الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പല കാര്യങ്ങളും നമ്മൾ തുടർച്ചയായി ഓർക്കേണ്ടതുണ്ട്. തഖ്വയെക്കുറിച്ച്, നമസ്കാരത്തെക്കുറിച്ച്, ഈമാൻ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച്, അതേപോലെ ഇഖ്ലാസിനെ കുറിച്ച്, നിയ്യത്തിനെ കുറിച്ചൊക്കെ നമ്മൾ സ്ഥിരമായി പഠിക്കേണ്ടതും അറിയേണ്ടതും ഓർക്കേണ്ടതും ചിന്തിക്കേണ്ടതുമാണ്. അതേപോലെയുള്ള ഒരു വിഷയമാണ് അല്ലാഹുവിൽ ഫലമേൽപ്പിക്കുക എന്നത്. വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അല്ലാഹുവിൽ നിങ്ങൾ ഫലമേൽപ്പിക്കണം. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. മരണമില്ലാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അല്ലാഹുവിൽ നിങ്ങൾ ഫലമേൽപ്പിക്കണമെന്ന് ഖുർആൻ ആവർത്തിച്ച് പല സ്ഥലത്തും പറയുന്നു. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ അല്ലാഹുവിൽ ഫലമേൽപ്പിക്കുന്നവരായിരിക്കുമെന്ന് ഖുർആൻ ആവർത്തിച്ച് തവക്കുലിനെ, ഫലമേൽപ്പിക്കലിനെ പറ്റി പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല കൽപ്പിച്ചു, ഫതവക്കൽ അലല്ലാഹ് ഇന്നക അലൽ ഹഖ്ഖിൽ മുബീൻ. യഥാർത്ഥത്തിലുള്ള സ്പഷ്ടമായ തവക്കുൽ അല്ലാഹുവിലേക്ക് നീ നടത്തണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ചുള്ള പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ലക അസ്ലംതു വബിക ആമൻതു വഅലൈക തവക്കൽതു വഇലൈക അനബ്തു വബിക ഖാസംതു. അല്ലാഹുവേ, നിനക്ക് ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു, നിന്നിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, നിന്റെ മേൽ ഞാൻ ഫലമേൽപ്പിച്ചിരിക്കുന്നു, നിന്നിലേക്ക് ഞാൻ മടങ്ങിയിരിക്കുന്നു, പശ്ചാത്തപിച്ച് മടങ്ങിയിരിക്കുന്നു, നിന്റെ സഹായത്താൽ ഞാൻ ശത്രുക്കളോട് വാദിക്കുന്നു, എതിർക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. തവക്കുലിനെ നമുക്ക് ഇങ്ങനെ നിർവചിക്കാം. തവക്കുൽ എന്നാൽ കേവലം ഒരു വാക്കല്ല, ഭാഷാപരമായി തൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ തനിക്ക് കഴിയില്ലെന്നും അത് പൂർത്തിയാക്കാൻ ഏറ്റവും കഴിവുള്ളവൻ അല്ലാഹുവാണെന്നും വിശ്വസിക്കുക. എങ്ങനെ? തൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ എനിക്ക് കഴിയില്ലെന്നും
അത് പൂർത്തിയാക്കാൻ ഏറ്റവും കഴിവുള്ളവൻ അല്ലാഹുവാണെന്നും ഉള്ള തിരിച്ചറിവിൽ നിന്നാണ് തവക്കുൽ ഉണ്ടാകുന്നത്. നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്താലും അതിൻ്റെ ആഖിബത്ത് നന്നാക്കുന്നത് റബ്ബ് സുബ്ഹാനഹു തആലയാണെന്ന വിശ്വാസമാണ് തവക്കുലിൻ്റെ അടിസ്ഥാനം. തവക്കുലിന് ഗുണങ്ങളുണ്ട്. തവക്കുൽ ജീവിതത്തിൽ പകർത്തുന്നവർക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഹറാമുകളിൽ നിന്നുള്ള സംരക്ഷണം. തൻ്റെ ഉപജീവനം അല്ലാഹു നിശ്ചയിച്ചതാണെന്ന് ഉറപ്പുള്ളവൻ അത് നേടിയെടുക്കാൻ തെറ്റായ വഴികൾ സ്വീകരിക്കുകയില്ല. ഹറാമുകളിൽ നിന്നും ഉപജീവനം നേടുന്നവൻ യഥാർത്ഥത്തിൽ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാത്തവനാണ്. കാരണം കിട്ടുന്നത് കൊണ്ട് എൻ്റെ ആവശ്യ പൂർത്തീകരണം നടത്താൻ അല്ലാഹു എന്നെ സഹായിക്കുമെന്നൊരു വികാരമുള്ളവൻ ഹലാലിൽ നിന്ന് മാത്രം ഉപജീവനം നേടും. രണ്ടാമത്തെ കാര്യം, തൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് സർവശക്തനായ അല്ലാഹുവിലാണെന്ന ബോധം അവന് മനസ്സമാധാനം നൽകും. എനിക്ക് അല്ലാഹുവുണ്ട്, എൻ്റെ കൂടെ അല്ലാഹുവുണ്ട് എന്നൊരു ബോധം, ഒരഭിമാനബോധം, ഒരു ആദർശം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ആദർശം നമുക്ക് തരുന്ന സമാധാനം വലുതായിരിക്കും. ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞു, മൻ സദഖ തവക്കുലുഹു അലല്ലാഹി ഫി ഹുസൂലി ശൈഇൻ നാലഹു. എന്തെങ്കിലും കാര്യം ലഭിക്കുവാൻ അല്ലാഹുവിലുള്ള തവക്കുലിൽ ആരെങ്കിലും സത്യസന്ധത കാണിച്ചാൽ അതവന് ലഭിക്കും. അല്ലാഹു എനിക്ക് നൽകുമെന്ന് വിശ്വസിക്കുകയും അല്ലാഹുവിൽ ഫലമേൽപ്പിക്കുകയും ചെയ്തവന് അല്ലാഹു നിർബന്ധമായും അത് നൽകുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിന്റെ സംരക്ഷണം, ആരെങ്കിലും തവക്കുൽ ചെയ്താൽ അവന് അല്ലാഹു മതി, അല്ലാഹുവിന്റെ സ്നേഹം കിട്ടും. ഭരമേൽപ്പിക്കുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്. നിങ്ങൾ എന്തെങ്കിലും കാര്യം തീരുമാനിച്ചാൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണമെന്ന് ആലു ഇമ്രാനിലൂടെ പറയുകയാണ്. പിശാചിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടാകും. അല്ലാഹുവിൽ വിശ്വസിക്കുകയും ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവരുടെ മേൽ പിശാചിന് സ്വാധീനമുണ്ടാവുകയില്ലെന്ന് സൂറത്തുൽ നഹ്ലിൽ പറഞ്ഞിട്ടുണ്ട്. വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്ന 70,000 ആളുകളുടെ ഗുണം പറഞ്ഞപ്പോൾ ഒരു ഗുണം പറഞ്ഞത് അവർ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യും, വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്നാണ്. ഉപജീവനം ലഭിക്കും, ഉപജീവനത്തിന് തടസ്സമില്ലാതിരിക്കും. ആരെങ്കിലും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് മാത്രം മതി അയാളുടെ ഉപജീവനം ശരിയാകാൻ. ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറുസിഖ്തും കമാ തർസുഖു ത്വയ്റു തഗ്ദു ഖിമാസാ വതറൂഹു ബിതാന. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിരിക്കുന്നു, നിശ്ചയം അല്ലാഹുവിൽ യഥാവിധി കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് ആഹാരം നൽകപ്പെടും പോലെ നിങ്ങൾക്കും ആഹാരം നൽകപ്പെടും. അവ പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി കൂട്ടിൽ നിന്ന് പുറപ്പെടുന്നു, വൈകുന്നേരം നിറഞ്ഞ വയറുമായി അവർ തിരിച്ചു വരുന്നു. അങ്ങനെ അല്ലാഹു ഉപജീവനം നമ്മുടേത് വിശാലമാക്കി തരും. ഉപജീവനത്തെക്കുറിച്ച് ആകുലപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇമാം ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹ് പറയാ, അൽ ഫവായിദ് എന്ന ഗ്രന്ഥത്തിൽ ഉപജീവനത്തെക്കുറിച്ച്, റിസ്കിനെ കുറിച്ച് ആകുലപ്പെടുന്നവർക്ക് ഒരു ഉപദേശം നൽകി. ജീവിതത്തിൽ നമുക്ക് ഉറപ്പ് നൽകപ്പെട്ട കാര്യമാണ് റിസ്ക്. ആര് എത്ര ഭക്ഷണം കഴിക്കും, ആർക്ക് എവിടെ നിന്ന് ഭക്ഷണം കിട്ടും, ആരെങ്ങനെ ജീവിക്കുമെന്ന് അല്ലാഹു ലൗഹിൽ എഴുതി വെച്ചതാണ്. അതിനെപ്പറ്റി കൽപ്പിക്കപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആകുലപ്പെടാനല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാനാണ് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകേണ്ടത്. ولا تشعل بما ضمن لك فإن الرزق لأجل قرينان مضمونان. നിന്നോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, ഇബാദത്തുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി നിന്റെ മനസ്സിനെ ഒഴിച്ചിടുക. 5 നേരം 5 വക്ത് ജമാഅത്തായി നമസ്കരിക്കുക, ഖുർആൻ പാരായണം നിർവഹിക്കുക, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹു പറഞ്ഞ റൂട്ടിൽ സഞ്ചരിക്കുക. എന്നാൽ നിനക്ക് ഉറപ്പ് നൽകപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്, റിസ്കിനെ കുറിച്ച് ആലോചിച്ച് മനസ്സിനെ അസ്വസ്ഥത ഉണ്ടാക്കാതിരിക്കുക. കാരണം ഉപജീവനം, റിസ്ക്, അജ്ൽ, ആയുസ് പരസ്പരം ബന്ധിക്കപ്പെട്ടതും അല്ലാഹുവിനാൽ
ഉറപ്പിക്കപ്പെട്ടതുമാണ്. കിട്ടേണ്ട കാര്യം ഒരു മിഠായി ആണെങ്കിലും കിട്ടേണ്ട കാര്യം ലൗഹിൽ എഴുതി വെച്ചതേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ റിസ്കിനെ പറ്റി ആവലാതിപ്പെടേണ്ടതില്ല. മറിച്ച് അതിന് തവക്കുൽ ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക എന്നാണ് നമുക്ക് ചെയ്യാനുള്ളത്. വല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി ലനുബവ്വിഅന്നഹും മിനൽ ജന്നതി ഉറഫൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ നിഅമ അജ്റുൽ ആമിലീൻ അല്ലദീന സബറൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. യാതൊരു കൂട്ടർ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ, ക്ഷമിച്ചാൽ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ അവന് മണിമാളികകൾ സ്വർഗത്തിലുണ്ടായിരിക്കും. അതിൻ്റെ അടിയിൽ കൂടി താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അതിലവർ നിത്യവാസികളായിരിക്കും. അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല അനുഗ്രഹമാണത് എന്ന് ഖുർആൻ എടുത്തു പറയുകയാണ് അങ്കബത്തിലൂടെ. പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി ലഭിക്കും അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ. എൻ്റെ കൂടെ അള്ളാഹുണ്ട് എന്നൊരു വികാരമുള്ളവൻ ഏത് പ്രതിസന്ധി വന്നാലും തളരുകയില്ല. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുരിതമോ പ്രയാസമോ പ്രതിസന്ധിയോ ബാധിച്ചാൽ നിരാശപ്പെട്ട് പരാജയപ്പെടുകയില്ല. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, എഴുതി വെച്ചതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും ബാധിക്കുകയില്ല. ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ ഉടമസ്ഥൻ, അല്ലെങ്കിൽ ഏറ്റവും അടുത്തവൻ എന്ന് പറയുകയാണ്. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് അള്ളാഹുവിൽ പരമേൽപ്പിക്കുക എന്നത് സത്യവിശ്വാസികൾക്ക് നിർബന്ധമാണ്. അള്ളാഹു മതി പരമേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു മതി, വേറെ ആരും നമുക്ക് വേണ്ട. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, അള്ളാഹു അല്ലാതെ ആരും നമുക്കില്ല. ആരുണ്ടായിട്ടും കാര്യമില്ല. കാരണം ആര് സഹായിക്കണമെങ്കിലും അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം. ആര് സഹായിക്കണമെങ്കിലും ആ സഹായിക്കപ്പെടുന്ന വ്യക്തിക്ക് അള്ളാഹു സഹായം നൽകണം, തൗഫീഖ് നൽകണം. അള്ളാഹു മാത്രമുള്ളവന് ഇവിടെയും പരലോകത്തും വിജയിക്കാൻ പറ്റും. യർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ. അള്ളാഹു ഉദ്ദേശിക്കാത്ത രൂപത്തിൽ, വിചാരിക്കാത്ത രൂപത്തിൽ അവന് ഇഷ്ടം പോലെ റിസ്ക് നൽകും. അവൻ അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ ഫഹുവ ഹസ്ബുഹു, അള്ളാഹു മതി അവന്. അള്ളാഹു ഏത് കാര്യത്തെയും മറികടക്കുന്നവനാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ, എല്ലാറ്റിനും അള്ളാഹു ഒരു നിർണയം നിർണയിച്ചിരിക്കുന്നു, ഖദർ നിർണയിച്ചിരിക്കുന്നു. ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി പറയാണ്, ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള മഹത്തായ കാര്യങ്ങളിൽപ്പെട്ടതാണ് തവക്കുൽ. ഒരാൾക്കൊരാവശ്യമുണ്ടാകണമെങ്കിൽ അയാളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നതാണ്. കാരണം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചവന് അവൻ തന്നെ മതിയായവനാണ്. അള്ളാഹു പറഞ്ഞതുപോലെ വല്ലവനും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന പക്ഷം അവന് അള്ളാഹു മതി, ഫഹുവ ഹസ്ബുഹു, അള്ളാഹു മതി. ഈ ഒരു യഖീൻ, ഈ ഒരു വിചാരം, ഈ ഒരു തൗഹീദ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. തവക്കുലിന്റെ വ്യത്യസ്ത പദവികളെ കുറിച്ച് പറയുന്നുണ്ട് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി മദാരിജുസ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഒന്നാമത്തേത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, മഅരിഫത്തുല്ലാഹി ബിസിഫാതിഹി വ അസ്മാഇഹി. അതാണ് തവക്കുലിന് വേണ്ട ഒന്നാമത്തെ ആയുധം. തവക്കുലിന്റെ ഒന്നാമത്തെ പടി അള്ളാഹുവിനെ അറിയുക എന്നതാണ്. അള്ളാഹുവിന്റെ കഴിവിനെ പറ്റി അറിയുക, അള്ളാഹു നമ്മളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് അറിയുക, അള്ളാഹുവിന്റെ അറിവിന്റെ വ്യാപ്തിയെ കുറിച്ച് അറിയുക. എല്ലാ കാര്യവും നിയന്ത്രിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണെന്ന വ്യക്തമായ ബോധമുണ്ടായിരിക്കുക. അള്ളാഹുവിനെ ശരിയായി അറിയാത്ത ഒരാൾക്ക് അള്ളാഹുവിൽ പൂർണ്ണമായി പരമേൽപ്പിക്കാൻ സാധിക്കുകയില്ല. രണ്ടാമത്തെ മർത്തബ ഏതാ? ഇത്ബാത്തുൽ അസ്ബാബി വൽ മുസ്ബാബാത്ത്, കാരണങ്ങൾ മുസബ്ബിബാത്ത്, കാരണങ്ങൾ സ്വീകരിക്കൽ. കാരണങ്ങൾ സ്വീകരിക്കുന്നത് തവക്കുലിന് വിരുദ്ധമല്ല എന്ന് പഠിപ്പിക്കുന്നു. ലക്ഷ്യത്തിലെത്താൻ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അള്ളാഹു എന്നെ പരീക്ഷ ചെയ്യിപ്പിക്കും എന്ന് വിചാരിക്കുന്ന ആൾ പരീക്ഷയ്ക്ക് പോകണം, ഇരിക്കണം, എഴുതണം.
അള്ളാഹു എനിക്ക് മക്കളെ തരും എന്ന് വിചാരിക്കുന്നവൻ കല്യാണം കഴിക്കണം, എന്നിട്ട് വൈവാഹിക ജീവിതം നയിക്കണം. ഓരോന്നിനും ഓരോ അസ്ബാബുകളുണ്ട്. ആ അസ്ബാബുകളെ സ്വീകരിച്ചതിന് ശേഷമാണ് തവക്കുലിലേക്ക് പോകേണ്ടത്. മൂന്നാമത്തെ കാര്യം തൗഹീദുൽ ഖൽബ് ലിറബ്ബ്, ഹൃദയത്തിൽ തൗഹീദിൽ ഉറച്ചു നിൽക്കൽ. തവക്കുലിന്റെ കാതൽ തൗഹീദാണ്. അള്ളാഹു മാത്രമാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ എന്ന ബോധം ഹൃദയത്തിൽ ഉറക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് മറ്റാരെയും ഭയപ്പെടാതെ അള്ളാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ശിർക്ക് ചെയ്യുന്നവർ, ദർഗയിൽ പോകുന്നവർ, ബിംബങ്ങളെ ആരാധിക്കുന്നവർ എല്ലാവരും യഖീനില്ലാതെ ജീവിക്കുന്നവരാണ്. അവർ ഉറപ്പില്ലാതെ ജീവിക്കുന്നവരാണ്. എന്നാൽ അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ച് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർ ദൃഢമായ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഭയപ്പെടാതെ ജീവിക്കണമെങ്കിൽ അള്ളാഹുവിൽ മാത്രം തവക്കുൽ ചെയ്ത് ജീവിക്കണം. നാലാമത്തെ കാര്യം അള്ളാഹുവിൽ ഹൃദയം അർപ്പിക്കുക. തവക്കുൽ എന്നത് നാവ് കൊണ്ട് പറയുന്ന ഒന്നല്ല, മറിച്ച് ഹൃദയം അല്ലാഹുവിൽ ശാന്തമാകുന്ന അവസ്ഥയാണ്. ഒരു കുട്ടി തന്റെ മാതാപിതാക്കളിൽ അർപ്പിക്കുന്ന വിശ്വാസം പോലെ വിശ്വാസി തന്റെ സകല കാര്യങ്ങളും അല്ലാഹുവിൽ ഏൽപ്പിക്കണം. അവനാണ് രക്ഷാധികാരി, അവനാണ് ഉടമസ്ഥൻ, അവനാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ, അവനാണ് നമുക്കെല്ലാം തരുന്നവൻ, അവനാണ് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണത്തിലായ അനുഗ്രഹങ്ങളെ തടയുന്നത് അവനാണ്. അഞ്ചാമത്തെ കാര്യം അതാണ്, അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമുണ്ടായിരിക്കണം. അള്ളാഹു എന്നെ കൈവെടിയുകയില്ല, അവൻ എനിക്ക് നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന ഉറച്ച വിശ്വാസമുണ്ടോ? അള്ളാഹുവിനെ കുറിച്ച് എത്രത്തോളം നല്ല വിചാരമുണ്ടോ അത്രയും ശക്തമായിരിക്കും അവന്റെ തവക്കുൽ, അത്രയും ശക്തമായിരിക്കും അവന്റെ തവക്കുൽ. ഇനി ആറാമത്തെ കാര്യമോ ഇസ്തിസ്ലാമുൽ ഖൽബ് ലഹു, അള്ളാഹുവിന് കീഴൊതുങ്ങുക. അവൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുക, അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഖൽബ് ശുദ്ധമായിരിക്കണം, ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കണം, ഹലാലിൽ മാത്രം നിലകൊള്ളണം, തിന്മയിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കണം, നന്മയിലേക്ക് പരമാവധി അടുക്കണം. അങ്ങനെയുള്ളവൻ്റെ മനസ്സിലല്ലാതെ തവക്കുൽ മുളപൊട്ടുകയില്ല. കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കൽ, ഇതാണ് തവക്കുലിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിലൊന്ന്. സ്വന്തം കഴിവിലോ ബുദ്ധിയിലോ വിശ്വസിക്കാതെ സകല കാര്യങ്ങളുടെയും ചുമതല അള്ളാഹുവിന് വേണ്ടി അർപ്പിക്കുക. അതാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങളുണ്ടാകും. അള്ളാഹുവിനെ കുറിച്ചറിയുമ്പോൾ, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ കുറിച്ചറിയുമ്പോൾ, അള്ളാഹുവിന് കീഴൊതുങ്ങുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമുണ്ടാകുമ്പോൾ, തൗഹീദിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ, അതേപോലെ അതിൻ്റെ കൂടെ വേണ്ടതാണ് അള്ളാഹുവിനെ കൊണ്ടുള്ള തൃപ്തി, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ തൃപ്തിയടയൽ. തവക്കുലിൻ്റെ ഫലമാണത്. അള്ളാഹു നൽകുന്ന ഫലം എന്തായിരുന്നാലും അത് പൂർണ്ണ സംതൃപ്തിയോടെ ഏറ്റെടുക്കുന്ന ഒരാളെ അള്ളാഹുവിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് വേവലാതിപ്പെടാത്ത ഒരാളുടെ തവക്കുലിനാണ് പൂർണ്ണമായ ഫലമുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ തവക്കുൽ അള്ളാഹുവിന് കൊടുത്ത ഒരാൾക്ക് ഈ ലോകത്ത് മനസ്സിൻ്റെ കനം കുറഞ്ഞ് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റും. അള്ളാഹുവിനെ ഏൽപ്പിക്കാതെ ഒക്കെ എല്ലാം സ്വന്തം ഏറ്റെടുത്ത് ഞാൻ അധ്വാനിച്ചാൽ എനിക്ക് മഹീഷത്ത് കിട്ടും, ഞാൻ പഠിപ്പിച്ചാൽ എൻ്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടും, ഞാൻ മുന്നോട്ട് പോയാൽ എനിക്ക് വിജയമേ ഉണ്ടാവുകയുള്ളൂ, എനിക്കാരുടെയും സഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നവർ അള്ളാഹു അവരെ പരാജയപ്പെടുത്തിയാൽ അതോടുകൂടി അവർ ഇരുന്നു പോവുകയും നിരാശരാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യത്തെ പടി തവക്കുലാണ്. അള്ളാഹുവാണ് റിസൾട്ട് തരുന്നത് എന്ന വികാരത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. തവക്കുലിൻ്റെ ധാരാളം ചരിത്രങ്ങളുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി, വരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അല്ലാഹുവാണ്. ആ ഒരൊറ്റ വാക്കിൻ്റെ മാജിക്കാണ് തീ തണുത്തു പോയത്, രോമം കരിയാതിരുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം മുഅ്ജിസത്ത് പ്രകാരം തീയിൽ നിന്ന് കയറി വന്നത് ഈ അല്ലാഹു വരമേൽപ്പിക്കപ്പെടുന്നവൻ ഏറ്റവും നല്ലവൻ അല്ലാഹുവാണെന്നൊരു വാക്ക്. ഹജറ ബീവിയുടെ സംഭവം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യ ഹജറയെയും കുഞ്ഞ് ഇസ്മായിലിനെയും വിജനമായ മക്കയിലാക്കി തിരിച്ചു പോരുമ്പോൾ ആ മഹദി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലാഹുല്ലദീ അമറക ബിഹാദാ, ഞങ്ങളെ ഈ മരുഭൂമിയിൽ വെള്ളമില്ലാത്ത
ഭക്ഷണമില്ലാത്ത, പാർപ്പിടമില്ലാത്ത, തണലില്ലാത്ത ഈ മക്ക മരുഭൂമിയിൽ ഞങ്ങളെ ഇട്ടുപോകാൻ പറഞ്ഞത് അള്ളാഹുവാണോ? എങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളിവിടെ ഇരിക്കും, ഞങ്ങൾക്ക് അല്ലാഹു തആല നൽകും എന്ന് പറയുകയാണ്. മരുഭൂമിയിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീ പൂർണ്ണമായി അല്ലാഹുവിലേക്ക് തവക്കുൽ അർപ്പിച്ചപ്പോൾ ആ മഹദിക്ക് സംസം കിട്ടി. ആ രാജ്യം മക്ക രാജ്യമായി, അവിടെ കഅബയുണ്ടായി. ഈ ലോകത്തെ ഏറ്റവും പവിത്രമായ ഒരു നാടായി ആ ഒരു മഹദിക്ക് അത് സമ്മാനമായി ലഭിച്ചു. ഹജറ ബീവിയുടെയും ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെയും താമസഫലമായാണ് ഇന്നത്തെ മക്കയായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരവേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗർഖയിൽ വെച്ച് പറഞ്ഞ വാചകം ഖുർആൻ എടുത്ത് പറയുന്നു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ലാ തഹ്സൻ, നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, ഇന്നല്ലാഹ മഅനാ, നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാചകം ഖുർആൻ എടുത്തു പറയുന്നു. ആ ഒരൊറ്റ വാക്കുകൊണ്ട് മദീന വരെ മലക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും സംരക്ഷിച്ചു. ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ലോകത്ത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ലോകത്ത് സമാധാനം വേണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഈ ലോകത്ത് നേടണമെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിൽ തവക്കുലിനെ നിറച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. തവക്കുൽ ജീവിതത്തിൽ അനിവാര്യമായ കാര്യമാണ്. ആ ഒരു കാര്യത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി വലിയ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാവുക. നമ്മൾ വിചാരിച്ചിടത്തേക്ക് വിഷയങ്ങൾ എത്തുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോൾ എന്തായിരിക്കും നമ്മുടെ സന്തോഷം? ആ സന്തോഷം അതിലില്ലാത്ത സന്തോഷത്തിലേക്ക് കടക്കണമെങ്കിൽ പരീക്ഷ എഴുതുന്നവർ, കച്ചവടം വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, ജീവിതത്തിൽ ഉപജീവനം തേടുന്നവർ, ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോയാൽ അവരുടെ എല്ലാ കാര്യത്തിലും വിജയമുണ്ടാകും. ആരെങ്കിലും അല്ലാഹുവിൽ തവക്കുൽ ചെയ്താൽ ഫഹുവ ഹസ്ബുഹു, ആ അല്ലാഹു മതി എന്ന വികാരത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കണം. തവക്കുൽ ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. യുദ്ധം നിശ്ചിതമാക്കിയ ഒരു മാസമാണ് റജബ് മാസം വന്നത്. റജബ് മാസത്തിന് ഒരു പ്രത്യേകത എന്നാൽ എല്ലാ മാസങ്ങളിലും സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കലും അധർമ്മം ചെയ്യലും നിഷിദ്ധമാണ്. എന്നാൽ പ്രത്യേകമായി 4 മാസങ്ങളിൽ അത് ഏറ്റവും വലിയ കടുത്ത പാപമായി മാറും. അതുമാത്രമാണ് റജബിൻ്റെ പ്രത്യേകത. ഈ മഹത്വമല്ലാതെ മറ്റൊരു മഹത്വവും റജബിനില്ല. റജബിനെ ജാഹിലിയത്തിൽ ആളുകൾ മഹത്വവൽക്കരിച്ചിരുന്ന മാസമാണ്. ജാഹിലിയാക്കളാണ് റജബിന് വലിയ പവിത്രത കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നത്. എന്നിട്ട് ഈ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ റജബിൻ്റെ ജാഹിലിയത്തിലെ ആളുകൾ മഹത്വവൽക്കരിച്ചിരുന്ന മാസമാണ്. ഇസ്ലാം വന്നതിന് ശേഷം ഇസ്ലാമു തുരിക, അത് ഉപേക്ഷിക്കപ്പെട്ടു എന്ന്. കള്ള ഹദീസുകളുടെ ഒരു മാലപ്പടക്കമാണ് റജബായാൽ ഉണ്ടായിരിക്കുക. ആദ്യമായ റജബ് മാസം അറിയിക്കുന്നവന് നരക നിഷിദ്ധമാണെന്ന ഹദീസ് ളഈഫാണ്, അല്ല മൗദൂ ആണ്, കെട്ടിച്ചമച്ച ഹദീസാണ്. റജബിലെ ബിദ്അത്തുകൾ എന്തൊക്കെയാണ്? റജബിൽ 27 ഇസ്രാ മിഅ്റാജ് ആഘോഷിക്കുന്ന ഒരവസ്ഥ, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ ചെയ്തിട്ടില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി എന്ന് പറഞ്ഞ ആയത്തിൽ ദീന് മുഴുവൻ പൂർത്തിയായി. അതിലൊരു ഇഞ്ച് നിയമം പോലും ഇനി വരാനില്ലെന്ന് പറഞ്ഞ ആ ദീനിൻ്റെ അനുയായികൾ അന്നില്ലാത്തത് ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ബിദ്അത്ത് എന്നാണ് പറയുക. റജബ് മാസത്തിൽ പ്രത്യേകം ഉംറ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഉംറക്ക് പ്രതിഫലവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ആഗ്രഹ സഫലീകരണത്തിന് ആ സ്വലാത്തുർ റഗായിബ് അഥവാ ആദ്യത്തെ റജബിലെ ആദ്യത്തെ ജുമാ ദിവസം
മഗ്‌രിബിന് ശേഷം ഇശാക്കുമിടയിൽ 12 റക്അത്ത് നമസ്കാരം. അത് ഇസ്ലാമിലില്ല. പ്രവാചകൻ നമസ്കരിക്കാത്ത നമസ്കാരം, സഹാബത്ത് നമസ്കരിക്കാത്ത നമസ്കാരം, അയിമ്മത്തുൽ അർബഅ 4 ഇമാമുമാർ നമസ്കരിക്കാത്ത നമസ്കാരമാണ് ഇപ്പോൾ കൊണ്ടാടിക്കൊണ്ട് നടക്കുന്നത്. അതേപോലെ റജബ് മാസത്തിലെ അറവ് അഥവാ അത്തീറത്തു റജബ് മാസത്തിൽ പുണ്യം ലഭിക്കാൻ വേണ്ടി അന്ന് അറുക്കുന്ന അവസ്ഥ ജാഹിലിയ്യത്തിലുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഫറഅ വലാ അത്തീറ, ലാ ഫറഅ വലാ അത്തീറ. ഒട്ടകത്തിന് ആദ്യം ഉണ്ടായ കുട്ടിയെ ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. അങ്ങനെ ഒരു കാര്യമില്ല എന്ന്. അതേപോലെ അത്തീറ റജബ് മാസത്തിൽ ഉദ്ഹിയ്യത്ത് അറുക്കുന്നത് പോലെ അറുക്കുന്നത് അത് പുണ്യമുള്ള കാര്യമല്ല, അത് നിരോധിക്കപ്പെട്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി കൊണ്ട് സ്വന്തം നാവ് കൊണ്ട് പാടില്ലെന്ന് പറഞ്ഞ കാര്യം ചെയ്യാൻ വല്ലാത്ത ആവേശമാണ് ആളുകൾക്ക്. റജബിലുള്ള പ്രത്യേക പ്രാർത്ഥന അതില്ല. അങ്ങനെ ഒരു പ്രാർത്ഥന പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ശ്രദ്ധിക്കുക, യഥാർത്ഥത്തിൽ ദീൻ എന്താണോ പറയുന്നത് അതൊന്നും ചെയ്യാതെ സ്പെഷ്യലായി എന്താണോ വിദാത്തുകൾ വരുന്നത് അതുമാത്രം ചെയ്തു പോകുന്ന സമൂഹത്തെ കാണുന്നുണ്ട്. അവർ ദീനിനെ നശിപ്പിക്കുകയാണ്. അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം പരലോകത്ത് അവർ ഏറ്റെടുക്കേണ്ടി വരും. ദീനിനെ നശിപ്പിച്ചവർക്ക് ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ കിട്ടുകയില്ല, അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. വിദാത്തിൻ്റെ കക്ഷികൾക്കുള്ള സങ്കേതം നരകമാണ്, സ്വർഗമല്ല എന്ന് ഹദീത്തുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നും വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ റജബ് മാസത്തിനുള്ള പ്രത്യേകത ഒരു പ്രത്യേകതയുമില്ല. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ് എന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. അതിനെ ആ രൂപത്തിൽ കാണണമെന്ന് സൂചിപ്പിക്കുകയാണ്. സകല അനാചാരങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബിദഅത്തിൽ നിന്നും സുന്നത്തിൽ നിന്നും തിരിച്ചറിയാനുള്ള ബുദ്ധിയും തൻ്റെ ഇടവും അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. തൗഹീദും ശിർക്കും മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാനുള്ള പക്വത അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അവരുടെ കടം ഹലാലായ രൂപത്തിൽ വീട്ടാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉ العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.